തമ്മില് കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവില്ല, സത്യമാണ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് വളരെ വിഷമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അപ്പൊ അതെന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോ യൂട്യൂബേഴ്സിനുള്ളതാണ്. അതുകൊണ്ട് യൂട്യൂബേഴ്സ് മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ളവർ കാണണം എന്നില്ല. കാരണം ഇത് യൂട്യൂബേഴ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളൊരു എക്സിസ്റ്റിംഗ് യൂട്യൂബർ ആണെങ്കിലോ അല്ലെങ്കിൽ പുതിയ യൂട്യൂബർ ആണെങ്കിലോ അല്ലെങ്കിൽ ഫേമസ് യൂട്യൂബർ ആണെങ്കിലോ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ അടിച്ചു പോകാൻ ചാൻസ്. വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് കാര്യം പറഞ്ഞതിനും പറയാം ഞാൻ, കാരണം അത് വിശദമായിട്ട് തന്നെ പറയാനുണ്ട്. കാരണം എൻ്റെ ഒരു സുഹൃത്തിന്റെ ചാനലാണ് ബിഗ് സ്പൈ എന്ന് പറഞ്ഞിട്ട്. ബിഗ് സ്പൈ എൻ്റെ ഫ്രണ്ടാണ്, വീണ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ചാനൽ അടിച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മളത് കൊളോക്കിയലായിട്ട് പറയുന്നത്, അത് യൂട്യൂബിൽ ഇന്ന് ഇല്ല. അതെങ്ങനെ സംഭവിച്ചു? ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യരുതെന്ന്. പക്ഷെ അവര് പറഞ്ഞൊരു മറുപടി ഇതായിരുന്നു, അതായത് ചേട്ടാ എത്രയോ പേര് ഇങ്ങനത്തെ കണ്ടന്റ് ഇടുന്നുണ്ട്, അപ്പം അവർക്കൊന്നും ഇഷ്യൂ ഇല്ലല്ലോ. പക്ഷെ റാൻഡംലി അവരുടെ ചാനലിൽ പോയി. എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അവര് നല്ല കഴിവുള്ളതും ഒക്കെയുള്ള ഒരു ലേഡിയാണ്. അവര് ചെയ്ത ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് എത്തി വന്നതുമായിരുന്നു. അപ്പൊ അതെന്താ കാര്യം എന്ന് ഞാൻ പറയാം. അതായത് അവരിട്ട കണ്ടന്റ് 2-3 വീഡിയോസ്, അവരുടെ ചാനലിന്റെ പേര് ബിഗ് സ്പൈ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇന്ന് ആ ചാനലില്ല. വളരെ വിഷമമുള്ള കാര്യമാണ്. ആ ബിഗ് സ്പൈ പറഞ്ഞ ചാനലിൽ കൂടുതൽ 2-3 കണ്ടന്റ് ഇട്ടല്ല, ഇവര് പറഞ്ഞിട്ട് അതിന്റെ സൈഡിൽ നമ്മളിപ്പോ സ്ക്രീൻ റെക്കോർഡർ കാണിക്കുന്ന പോലെ കാണിച്ചതാണ് നമ്മുടെ ബിഗ് ബോസിന്റെ കുറച്ച് ഭാഗങ്ങളാണ്. ശരിക്കും അവരെ കണ്ടന്റിന് ആ ഭാഗം ആവശ്യമുള്ളതാണ്. 15 സെക്കൻഡ്സിന് താഴെയുള്ളൂ. ഫെയർ യൂസ് പോളിസിയിൽ വരേണ്ടതുമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോളുടെ ചാനലിൽ ഒരു മ്യൂസിക് ഇട്ട് ഹിരിയേരിയ ഇട്ടതിന് കോപ്പറേറ്റ് ഒന്നും, അത് 15 സെക്കൻഡിന് താഴെയുള്ള മ്യൂസിക്. പക്ഷെ അത് ഫെയർ യൂസ് പോളിസിയിൽ അവരെടുത്തില്ല. അത് കോപ്പിറൈറ്റ് ക്ലെയിമാ തന്നത്. അത് ഭാഗ്യം. ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. ഈ ബിഗ് ബോസിന്റെ, അതായത് നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ ടീം എന്ത് ചെയ്തു, ആ ചാനൽ അവിടുന്ന് നിലം പരിശാക്കി. ഇവരെ എഫേർട്ട് ഓക്കെ, ഭാഗ്യത്തിന് ഇവർക്ക് മോണിറ്റൈസ് ആയിട്ടില്ലായിരുന്നു, ആവാനിരിക്കായിരുന്നു, അത് പോയി. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയ ചാനലായാലും, കാരണം നമ്മളെല്ലാവരും യൂട്യൂബിൽ വരുന്ന 5 രൂപ ഏൺ ചെയ്യാനും പിന്നെ നമ്മുടെ ഫെയിമിനും ഒക്കെ വേണ്ടിയിട്ട്, പിന്നെ ഒരു മനസുഖത്തിനും വേണ്ടിയിട്ട്. ആ ഒരു മനസുഖത്തിന് ഇല്ലാണ്ടാവാന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പം അവർ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്, അതിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ അവരെ പുതിയ ചാനലിന്റെ പേര് ഇടുന്നതാണ്. അപ്പൊ മാക്സിമം ഒന്ന് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു കാരണവശാലും കോപ്പിറൈറ്റഡ് കണ്ടന്റ്സ് നിങ്ങൾ ഇടരുത്. ഒരു കാര്യമാണ്. ഇപ്പം ഹോട്ട്സ്റ്റാർ ആയാലും ബിഗ് ബോസ് ആയാലും ഇനി സ്പോർട്സ് ആയാലും ലോഗോ വെച്ച ഒരു കണ്ടന്റ് നിങ്ങൾ ഇടരുത്. അതിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു അപ്പീലില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ചാനലിൽ പോയി. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിലും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാതിരിക്കുക. ഇപ്പം മൂവി ക്ലിപ്സ് ആവാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് സീരിയൽസിന്റെ ആവാം, സീരീസിന്റെ ആവാം, വെബ് സീരീസിന്റെ ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് ലൈവ് പരിപാടിന്റെ. ഇനി ഇവരെ ഭാഗം പറഞ്ഞാൽ ഇവർ ഇത്രയും പൈസ കൊടുത്തിട്ട് എടുക്കുന്നതാണ്, വേറൊരാൾ എടുത്തിട്ട് ആ കണ്ടന്റ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഉള്ളത്. അതായത് ക്രിക്കറ്റ് ഒക്കെ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ഒക്കെ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇത് വേറെ ആൾ എടുക്കണ്ട എന്നാണ് ഇതിന്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ അവര് സ്ട്രൈക്ക് തന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.